അപ്പൊ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ വിശുദ്ധരായ പൂർവികരുടെയും കുടുംബാംഗങ്ങളുടെയും ആണെങ്കിൽ അതിന് കരുത്തുണ്ട്. തിന്മയിലൊക്കെ മുങ്ങി മുഴുകി ജീവിച്ച വ്യക്തികൾ ചിത്രങ്ങൾ വെക്കുന്നവർക്ക് അതിന്റെ ദുസ്വാധീന സാധ്യതയുണ്ട് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ കടന്നുപോയ വ്യക്തികളെല്ലാം വിശുദ്ധി പതിപ്പിച്ചിട്ടൊന്നും അല്ല പോയിരിക്കുന്നത്. ഒത്തിരി അശുദ്ധി തിന്മയെല്ലാം പതിപ്പിച്ചിട്ടുണ്ട്. ഒരു ദുർശേഷിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരിച്ചു പോയവർക്ക് ഇനി അതിനകത്ത് മാറ്റം വരുത്താൻ പറ്റുകയില്ല. നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും. ആ വസ്തുക്കളിൽ വിശുദ്ധിയുടെ ഇംപ്രിന്റിങ് നടത്തണം. പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തില് ഹോറേബ് മലയില് കത്തിയെരിയുന്ന മുൾപ്പടർപ്പിന് കണ്ടുകൊണ്ട് മോശ കയറി ചെല്ലുമ്പോൾ തമ്പുരാൻ പറയും, അങ്ങ് അടുത്ത് മോശ വരുമ്പോൾ ചെരുപ്പഴിച്ച് മാറ്റണം, ഇത് വിശുദ്ധമായ സ്ഥലമാണ്. അതുവരെ മോശ വിട്ട് കയറി വന്ന സ്ഥലത്തെക്കുറിച്ച് ദൈവം പറയാത്തൊരു കമന്റാണ് ഈ ഒരു തിട്ടയെക്കുറിച്ച് പറഞ്ഞത്. ഇത് വിശുദ്ധമായ സ്ഥലമാണ്. ഭൂമി മുഴുവനും ശപിക്കപ്പെട്ടതായി എന്ന് ഉൽപ്പത്തി 3:17 നമ്മൾ കണ്ടു ദൈവം പറയുന്നതായിട്ട്. അങ്ങനെ ശപിക്കപ്പെട്ട ഭൂമിയിൽ ഈ മുൾപ്പടർപ്പ് നിൽക്കുന്ന ആ തിട്ട എങ്ങനെയാ പരിശുദ്ധമായത്? ദൈവസാന്നിധ്യം വന്നപ്പോൾ. ഇതാണ് നമുക്കുള്ള തിരുവചന സൂചന. എങ്ങനെയാണ് തിരുവപതിഞ്ഞതായ സ്ഥലങ്ങളെയും നമ്മുടെ ഭവനങ്ങളെയും വസ്തുക്കളെയും വിശുദ്ധീകരിക്കാൻ സാധിക്കുക?